ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇങ്ങ് വന്നു, നിങ്ങൾ അറിഞ്ഞു കാണും അല്ലേ? അപ്പോൾ നമുക്കിനി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം? സ്പെഷ്യൽ ടോപ്പിക്കാണ് പലരുടെയും മനസ്സിലെ ഒരു ചോദ്യചിഹ്നം. അപ്പോൾ നമുക്കിത് എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ പേര് രാഖിൽ RS. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, പോലീസ് സേനയുടെ ഭാഗമായി ഡ്രൈവർ തസ്തിക പരീക്ഷ എഴുതി പോലീസ് ഡ്രൈവറാകാൻ കാക്കിപ്പടയുടെ വളയം പിടിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം വരികയാണ്. നമ്മുടെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇതാ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കും പോലീസ് ഡ്രൈവർ ആകണോ എന്നുള്ള ചോദ്യത്തിന് ആകണം എന്നാണ് ഉത്തരമെങ്കിൽ ഇനി തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, എന്താണ് സിലബസിലുള്ളത്, എന്നാണ് ഈ പറയപ്പെട്ട പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, സിലബസ് പരിശോധിച്ചാൽ നമ്മുടെ സിലബസിൽ ആകെ 100 മാർക്കിൻ്റെ OMR പരീക്ഷയാണ്, ശരിയല്ലേ? ഈ 100 മാർക്കിൻ്റെ OMR പരീക്ഷയിൽ എന്തൊക്കെയുണ്ട്? ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആൻഡ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫോർ എക്സ് സർവീസ്മെൻ ഓൺലി ഇൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്രൈവർ തസ്തികയിലേക്കുള്ള ഈ ഒരു യൂണിഫോം പോസ്റ്റ് തന്നെയാണ് ഇത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോയാൽ 100 മാർക്കിൻ്റെ ടോപ്പിക്കിൽ ജനറൽ നോളജ് ആണ് ആദ്യ ഭാഗം. അത് ഹിസ്റ്ററി, ചരിത്രം 4 മാർക്ക്, ഭൂമിശാസ്ത്രം അഥവാ ജിയോഗ്രഫി 4 മാർക്ക്, ഇക്കണോമിക്സ് 4 മാർക്ക്. അപ്പം 4 മാർക്ക് ഇത് 3 സോഷ്യൽ സയൻസ് വിഷയങ്ങൾ ഏതൊക്കെയാ? ഹിസ്റ്ററിയും ജിയോഗ്രഫി ആൻഡ് ഇക്കണോമിക്സ് 4 മാർക്ക് ഭാഗം. പിന്നെ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ 6 മാർക്കിന് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് സിവിക്സിൻ്റെ ഭാഗമായ കേരള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 2 മാർക്ക്. അതുപോലെ ജീവശാസ്ത്രം, പൊതുവിജ്ഞാനം, ബയോളജി, പബ്ലിക് ഹെൽത്ത് 3 മാർക്ക്. അതുപോലെ തന്നെ ഫിസിക്സ്, ഭൗതികശാസ്ത്രം 2 മാർക്ക്, രസതന്ത്രം 2 മാർക്ക്, കലാകായികം, സാഹിത്യം, സംസ്കാരം. നിങ്ങൾക്കറിയാം പൊതുവേ ഉള്ളൊരു ടോപ്പിക്കാണ്, പുതിയ ടോപ്പിക്കാണ്, 3 മാർക്കാണ്. അതുപോലെ കറണ്ട് അഫേഴ്സ് 10 മാർക്ക്. പിന്നെ നമുക്കറിയാം സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് ഭാഗം 10 മാർക്ക്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്, ഇതാ ഇവനാണ് നമ്മുടെ ഹീറോ. നമ്മുടെ ഡ്രൈവർ തസ്തികയിലെ റാങ്ക് നിർണ്ണയിക്കുന്ന 2 ഭാഗങ്ങൾ. ഒന്ന് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട 30 മാർക്കും സ്പെഷ്യൽ. അതായത് നിങ്ങളുടെ ആകെ 100 മാർക്കിൻ്റെ പകുതി മാർക്ക് 2 വിഷയങ്ങളിൽ നിന്നും മാത്രം. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഒന്ന് ഇതാകണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ. ഇത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു 30 മാർക്കാണെന്ന് അറിയാം. പക്ഷേ നമ്മൾ ഒരുപാട് അധ്വാനിക്കുകയും എന്നാൽ റാങ്ക് മേക്കിംഗ് ആയ ഒരു ഭാഗമാണ് ഏത്? സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലേ? തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്ക്, ഇതെങ്ങനെ പഠിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുക അല്ലേ? പ്രിയ ഉദ്യോഗാർത്ഥികളെ, ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷ അടിസ്ഥാനമാക്കിയ പുതിയ ബാച്ച് ഇതാ ഇവിടെ ആരംഭിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നോക്കൂ നിങ്ങൾ, തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം 20 മാർക്കിൽ 4 മാർക്കും ചോദിക്കുന്ന ഒരു വലിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്നത്. ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെട്ട ഭാഗം 20 മാർക്കിൻ്റെ ടോപ്പിക്കാണ് നമ്മുടെ സിലബസിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം നമ്മുടെ 20 മാർക്കിൻ്റെ ആദ്യ ഭാഗം, അതായത് 20ൽ 4 മാർക്കുമുള്ള ഏറ്റവും വലിയ ഒരു നിയമമാണ് ഭാരതീയ ന്യായ സംഹിത 2023. നമുക്കറിയാം പ്രിയ ഉദ്യോഗാർത്ഥികളെ, 2024 ജൂലൈ 1 നമ്മുടെ ഇന്ത്യയിൽ 3 ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. അതായത് പഴയ 3 നിയമങ്ങൾക്ക് പകരം 3 പുതിയ നിയമങ്ങൾ വന്നു. ഈ 3 പുതിയ നിയമങ്ങളും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി 2025 മുതലുള്ള യൂണിഫോം പരീക്ഷകൾക്ക് ഉൾപ്പെടുത്തി. ഏതൊക്കെയെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ഒന്ന് ഭാരതീയ ന്യായ സംഹിത, ഇത് ഏതിന് പകരമാണെന്ന് അറിയാമല്ലോ? പഴയ ഇന്ത്യൻ പീനൽ കോഡ് 1860 IPC നിയമത്തിന് പകരം. രണ്ടാമത്തത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഇതേതിന് പകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ CRPC 1973 പകരം. അതുപോലെ മറ്റൊരു നിയമമാണ് ഭാരതീയ സാക്ഷ്യധിനിയം.
ഏതിന് പകരമാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. എനിവേ എന്താണെങ്കിലും ശരി, ഈ പഴയ നിയമങ്ങൾക്ക് പകരം 3 ക്രിമിനൽ നിയമങ്ങൾ വന്നു. നമ്മുടെ സിലബസിൽ പഴയ നിയമങ്ങൾ ഇനി പഠിക്കണ്ട. ചില ആൾക്കാർ ഇപ്പോഴും പഴയ IPC വെച്ചിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ CRPC, അതൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളുക. പഴയ റാങ്ക് ഫെയിലൊക്കെ എടുത്ത് മാറ്റി വെക്കണം, ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് പുതിയ നിയമം ഏതൊക്കെയാ? 3 ഒന്ന് BNSS, അതുപോലെ തന്നെ BS. ഇത് മാത്രം മതി. ഇതിൻ്റെ അകത്തുള്ള വകുപ്പുകളെ ചോദിക്കൂ, ഇതിനകത്തുള്ള സെഷൻസും ഇതിനകത്തുള്ള പ്രൊവിഷൻസും മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. അത് നല്ല തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. സ്ഥിരമായിട്ട് യൂണിഫോം തസ്തിക എഴുതുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എനിവേ, ഭാരതീയ ന്യായ സംഹിതയിൽ ആദ്യമായിട്ട് നമ്മുടെ സിലബസിലുള്ളതാണ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സെപ്ഷൻസ്. നിർവചനങ്ങൾ സെക്ഷൻ 2, 3 മുതൽ ഇങ്ങോട്ടുള്ള ഡെഫിനിഷൻസ്. ചൈൽഡ് ആരാണ്, കൗണ്ടർഫെയ്റ്റ് ഡോക്യുമെന്റ്, ഹാർബർ, ഇഞ്ചറി, ഇങ്ങനെയുള്ള വാക്കുകളുടെ നിർവചനങ്ങളാണ് അവിടെ പ്രതിപാദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണ് ഒഫൻസസ് എഗൻസ്റ്റ് വിമൺ ആൻഡ് ചൈൽഡ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങൾ 163 മുതൽ ഇങ്ങോട്ട് 99 വരെയൊക്കെ വരുന്ന സെക്ഷൻസ് ആണത് പ്രതിപാദിക്കുക. പിന്നെ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലേ? മർഡർ, കൊലപാതകം, കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അവിടെ പ്രതിപാദിക്കുക. പിന്നെയാണ് ഒഫൻസ് അഗൈൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി, പൊതുശാന്തതയ്ക്കെതിരെയുള്ള ക്രമസമാധാനം തകർക്കുന്നതിനുള്ള ചില പ്രവർത്തനങ്ങൾ, അല്ലേ? കലാപാഹ്വാനം, കണ്ടോ, റൈറ്റിംഗ്, അഫേറി, അൺലാഫുൾ അസംബ്ലി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ പ്രതിപാദിക്കുക. അതുപോലെ ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്, പബ്ലിക് സർവന്റ്, പൊതുപ്രവർത്തകർ, പൊതുസേവകർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമാണ് അതിൽ പ്രതിപാദിക്കുക. 198 മുതൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുള്ളൂ. അതുപോലെ ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി, കണ്ടോ, വസ്തുക്കൾക്ക്, വസ്തുവകകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, അല്ലേ? തെഫ്റ്റ്, മോഷണം, റോബറി, അതുപോലെ എക്സ്റ്റോർഷൻ, അതുപോലെ തന്നെ നമ്മളിത് പറയപ്പെട്ട സ്നാച്ചിങ്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, കണ്ടോ, തെഫ്റ്റ്, സ്നാച്ചിങ്, എക്സ്റ്റോർഷൻ, റോബറി, ഡിക്കോയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വസ്തുക്കൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ. വളരെ രസകരമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു മോഷണം എപ്പോഴാണ് കവർച്ച, റോബറി എന്ന് പറയാൻ പറ്റുന്നത്? പ്രീവിയസ് ചോദ്യമാണ്. എപ്പോഴാണ്? ഒരു മോഷണ ശ്രമത്തിനിടെ മോഷണത്തിന് വിധേയനാകുന്ന വ്യക്തിക്ക് ശരീരത്തിന് പരിക്കോ വ്യക്തിക്ക് മരണമോ മരണഭയമോ ഉളവാക്കിക്കൊണ്ടൊരു മോഷണം നടത്തിയാൽ അത് വെറും മോഷണമല്ല, അതെന്തായിട്ട് മാറും? അത് റോബറി ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് പോക്കറ്റ് ഇടിച്ചുകൊണ്ട് ഓടുന്നു, മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു, അതിവേഗത്തിലുള്ള ഇത്തരം തട്ടിപ്പറികൾ, അതിനെ വിളിക്കുന്ന പേര് സ്നാച്ചിങ് എന്ന കുറ്റകൃത്യം. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ക്ലാസ് മുറികളിൽ പഠിച്ചു പോകാം. ഞാനിപ്പോൾ സിലബസ് നിങ്ങൾക്കൊന്ന് പെരിഫറലായിട്ട് പരിചയപ്പെടുത്തുക മാത്രമേ. അപ്പോൾ ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ BNS കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം 3 മാർക്കിന്റെ ടോപ്പിക്ക് പാർട്ട് 2 ആണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 ആണ്. ഇതിൻ്റെ ഡെഫിനിഷൻ 2A മുതൽ Z വരെയുള്ള വാക്കുകളുടെ നിർവചനങ്ങളാണ്. പിന്നെയാണ് പവേഴ്സ് ഓഫ് ദ സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് ദെയർ പവർ ടു ആൻഡ് എയ്ഡ് ടു ദി മജിസ്ട്രേറ്റ് ആൻഡ് ദി പോലീസ്. പോലീസ് സേനയിലെ സുപ്പീരിയർ ഓഫീസർമാരുടെ ചുമതലകൾ, അതുപോലെ തന്നെ പോലീസിന് ചെയ്തു കൊടുക്കേണ്ട ചില സഹായങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന വകുപ്പാണ് 30 മുതൽ ഇങ്ങോട്ട് പ്രതിപാദിക്കുന്നു. അത് അടുത്തത് അറസ്റ്റ് ഓഫ് പേഴ്സൺസ്, അല്ലേ? ആ വ്യക്തികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് 35 മുതൽ നമ്മളത് ഇങ്ങോട്ട് 61 വരെ പറയപ്പെട്ട 35 to 61 അറസ്റ്റ് ഓഫ് പേഴ്സൺസ്. ഇത് BNSS ആണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BNSSലെ ഒരു ചാപ്റ്ററാണ് സമൻസ് ആൻഡ് വാറണ്ട്. ഇതിൽ നിന്നൊരു ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവില്ല ഡ്രൈവർ തസ്തികയിലേക്ക്. സമൻസ് ആൻഡ് വാറണ്ട് അവിടെയും 63 തുടങ്ങി നമ്മളിതാ 82 വരെയുള്ള ഭാഗമാണ് സമൻസ് ആൻഡ് വാറണ്ട്. പിന്നെയോ സെർച്ച് ആൻഡ് സീഷ്യൂർ, തെരച്ചിൽ നടത്താനും വസ്തുവകകൾ പിടിച്ചെടുക്കാനും എന്താ പറയുക പിടിച്ചെടുക്കാനുമുള്ള അവകാശം. അത് 96 തുടങ്ങി ഇങ്ങോട്ട് 110 വരെ, 96 മുതൽ 110 വരെയുള്ള സെഷൻസ് ആണെന്ന് പറയുക. പിന്നെ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി ഉണ്ടോ, 148 മുതൽ 151 വരെ. നേരത്തെ പറഞ്ഞില്ലേ, മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ
പൊതുശാന്തത, ക്രമസമാധാനം എന്നിവ പരിപാലിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. അതാണ് ആ ഭാഗം പറയുക. പിന്നെ എന്താ പറയുക, പ്രിവെന്റീവ് ആക്ഷൻ ഓഫ് ദി പോലീസ്. പോലീസ് ചില ആക്ഷൻസ് നടക്കാൻ, ചില കുറ്റകൃത്യങ്ങൾ നടക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ടു കഴിഞ്ഞാൽ, തിരിച്ചറിഞ്ഞാൽ അത് തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്താം. പ്രിവെന്റീവ് ആക്ഷൻ. ഇപ്പം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് കൊല്ലപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പോലീസിന് അറിയാം രണ്ടാമത്തെ പാർട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കാനോ ഒരു കൊലപാതകം നടക്കാനോ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടും പോലീസിന് അവിടെ എന്ത് ചെയ്യാം, ഇടപെട്ടുകൊണ്ട് അത് തടയാനുള്ള ശ്രമം നടത്താം. പ്രിവെന്റീവ് ആക്ഷൻ. ചിലപ്പോൾ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് പ്രിവെന്റീവ് ആക്ഷൻ. 168 മുതൽ 72 വരെ പറയുന്നു. പിന്നെയോ ഇൻഫർമേഷൻ ടു ദി പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആണ്. 173 മുതൽ 196 വരെയുള്ള സെഷൻസ് ആണ്. 173 മുതൽ 196 വരെയുള്ള ഭാഗമാണ്. അതായത് പോലീസിന് ലഭിക്കുന്ന വിവരത്തിൻ്റെയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എങ്ങനെ അന്വേഷണം നടത്തണം, FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോഴാണ്, FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് FIR സമർപ്പിക്കേണ്ടത് എപ്പോഴാണ്, തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ നിയമം. 2 നിയമം പറഞ്ഞു. ഒന്ന് ഭാരതീയ ന്യായ് സംഹിത 4 മാർക്ക്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 3 മാർക്ക്. ഇനി അടുത്തത് 2 മാർക്കിന്റെ ടോപ്പിക്ക് പാർട്ട് 3 ഭാരതീയ സാക്ഷ്യ അധിനിയം. ഭാരതീയ സാക്ഷ്യ അധിനിയം അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമാണ്. ഈ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തെളിവുകളല്ല, കോടതിയിൽ എവിഡൻഷ്യറി വാല്യൂ, തെളിവ് മൂല്യമുള്ള തെളിവുകളുണ്ട്, തെളിവ് മൂല്യം ഇല്ലാത്തതുണ്ട്. ഉദാഹരണത്തിന് ഒരു പ്രതിയെ, മോഷണ കേസിലെ പ്രതിയെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കി. എന്തെങ്കിലും പറയാനുണ്ടോ ജഡ്ജി ചോദിക്കുമ്പോൾ പ്രതി പറയുന്നുണ്ട്, യുവർ ഓണർ, ഞാൻ ഈ പറയുന്ന പോലെ മോഷ്ടാവൊന്നുമല്ല, ഞാൻ സൽസ്വഭാവിയാണ്. തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, ഞാൻ അംഗമായിട്ടുള്ള ലിറ്റിൽ ഫ്ലവർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമ്മാനിച്ച സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഈ ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കോടതി വന്നാൽ കോടതി തെളിവായിട്ട് സ്വീകരിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ കരയോഗത്തിന്റെ യോഗത്തിൽ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ മിനിറ്റ്സ്, ഇങ്ങനെയൊന്നും വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോടതി തെളിവായി സ്വീകരിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ തെളിവായി പരിഗണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഇതൊക്കെ പറയുന്ന ഒരു നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം. അതിൻ്റെ ആദ്യ ഭാഗം ഡെഫിനിഷൻസ് ആണ്, 2D മുതൽ K വരെയുള്ള ഭാഗം. അടുത്ത ഭാഗം കൺഫെഷൻ, കുറ്റസമ്മതമാണ്, അത് 24 വരെ പറയുന്നു. പിന്നെ സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺ ഹു കനോട്ട് ബി കാൾഡ് ആസ് വിറ്റ്നസ്, സാക്ഷികളായി കോടതിയിൽ വിളിക്കാൻ കഴിയാത്ത ആളുകളുടെ മുൻ പ്രസ്താവന തെളിവായി എപ്പോൾ മാറുന്നു? മരിച്ചുപോയവർ, നാട് വിട്ടുപോയവർ, കാണാതായവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ മൊഴികൾ അല്ലെങ്കിൽ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ കോടതി തെളിവായി പരിഗണിക്കാവുന്ന സാഹചര്യങ്ങൾ. ഇതെല്ലാമാണ് 26 മുതൽ 32 വരെ. പിന്നെ ഒപ്പീനിയൻ ഓഫ് തേർഡ് പേഴ്സൺസ് വെൻ റിലവൻറ്റ്, ഇതാണ് 39 മുതൽ പറയുന്ന സെഷൻസ്. ഓക്കെ. പിന്നെ അടുത്ത പാർട്ട് 4, ഇത് 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. കേരള പോലീസ് ആക്ട് 2000, KP ആക്ട് എന്ന് പറയും, കേരള പോലീസ് ആക്ട് 2011 എന്ന ഭാഗം. ഇവിടെ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് കമൻസ്മെന്റ്, ജനറൽ ഡ്യൂട്ടീസ് ഓഫ് ദ പോലീസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ അറിയണം. പിന്നെ അടുത്ത ടോപ്പിക്ക് NDPS ആക്ട് അറിയാമല്ലോ, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. ഈ നിയമത്തിൽ നിന്ന് 2 മാർക്കിനാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? കഞ്ചാവ് എന്നാൽ എന്ത്, മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷ, കഞ്ചാവ് ചെടി നട്ടുവളർത്തിയാലുള്ള ശിക്ഷ, മയക്കുമരുന്ന് വ്യാപാരം ചെയ്താലുള്ള പിന്നെ കൃത്യം, ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി, ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നീ അളവുകളിൽ മയക്കുമരുന്നോ ലഹരി വസ്തുക്കളോ കഞ്ചാവോ പിടികൂടിയാൽ വിവിധ ശിക്ഷകൾ ഏതെല്ലാം? മനസ്സിലാവുന്നുണ്ടോ? വധശിക്ഷ നൽകാവുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏത് ചോദിച്ചാൽ വകുപ്പ് 31A ഉണ്ടോ? 31A ആണ് വധശിക്ഷ നൽകാവുന്ന കുറ്റം. 31A വധശിക്ഷ നൽകാവുന്ന കുറ്റം. ഇതൊക്കെ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ NDPS ആക്ട്, എന്താണ് പറയുക, ദ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൽ പറയുന്നത്. പിന്നെ ദി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോ നിയമം 2012, അതിന് 2 മാർക്കിന് അതിൽ നിന്ന് ചോദിക്കുന്നു. പോക്സോ നിയമപ്രകാരം പറയുന്ന കുറ്റകൃത്യങ്ങൾ ഏതെല്ലാം, അതിൻ്റെ ശിക്ഷകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുക. പിന്നെയാണ് നമ്മുടെ പോക്സോ ആക്ട് പറഞ്ഞു. അതുപോലെ എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം 2005, നിങ്ങളുടെ സിലബസിലെ 2 മാർക്കിൻ്റെ ടോപ്പിക്കാണ്
വിവരാവകാശ നിയമം, അതുപോലെ ഇത്രയും IT ആക്ട് 2000 ഇതൊക്കെ അടങ്ങുന്നതാണ് നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സിലബസ് മനസ്സിലായില്ലേ? സിലബസിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ 20 മാർക്കിൽ മെജോറിറ്റി മാർക്ക് അറിയാമല്ലോ. ഒന്ന് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, കേരള പോലീസ് ആക്ട് KP ആക്ട്, കേരള പോലീസ് ആക്ട് 2011, NDPS ആക്ട് 3 മാർക്കിനുണ്ട്, നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, പിന്നെ നമ്മൾ ഈ പറയുന്ന പോക്സോ നിയമം, IT ആക്ട്, അതുപോലെ നമ്മൾ ഈ പറയപ്പെട്ട വിവരാവകാശ നിയമം അടക്കമുള്ള നിയമങ്ങൾ. അപ്പോൾ ഇത്രയും നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കണം. സിലബസ് ഇല്ലാത്തവർ ഏറ്റവും പുതിയ സിലബസ് ഡൗൺലോഡ് ചെയ്യണേ. പണ്ടത്തെ സിലബസ് കൊണ്ടുപോരുത്. 2025 വർഷത്തിൽ PSC നടത്തിയ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ചോദ്യപേപ്പർ അവൈലബിൾ ആണ്. ആ സിലബസും അവൈലബിൾ ആണ്. ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആഡ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. +2 യോഗ്യതയും ഹെവി ലൈസൻസുമുള്ള എല്ലാവർക്കും ഈ പോലീസ് ഡ്രൈവർ തസ്തികയ്ക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാം. +2 പരീക്ഷ പാസ്സായിരിക്കണം, ഹെവി ലൈസൻസ് ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്ന ഈ 2 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം അതിനു വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് പുതിയ ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ തന്നെ ചേരാം. പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോമ്പറ്റീറ്റീവ് ക്രാക്കർ ജോയിൻ നൗ. ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അഡ്മിഷൻ ഉറപ്പിക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, സിലബസ് മനസ്സിലായില്ലേ? ഇനി ഒരുങ്ങേണ്ടത് നിങ്ങളാണ്. നിങ്ങളോടൊപ്പം കോമ്പറ്റീറ്റീവ് ക്രാക്കർ, നിങ്ങളുടെ പോലീസ് ഡ്രൈവർ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ തന്നെ ഉണ്ടാകും. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.